VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. മോദി സർക്കാർ, മോദി സർക്കാർ, മോദി സർക്കാർ. വ്യാപാരികളെ വ്യവസായികളെ തൊഴിലാളികളെ വാഹനങ്ങൾ നിർത്തിയിട്ടും സഹകരിക്കോ നാട്ടാരെ, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഐക്യവേദിയുടെ സിന്ദാബാദ്, ഐക്യവേദിയുടെ സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. എല്ലാ കാര്യങ്ങളും ഈ പണിമുടക്കിന് ആധാരമായി 12ഓളം വരുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതികളുടെ നേതൃത്വത്തിൽ ദേശവ്യാപകമായി ഇന്ന് രാത്രി 12 മണി മുതൽ നാളെ രാത്രി 12 മണി വരെ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പണിമുടക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് ഏകപക്ഷീയമായി പാസാക്കി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ള 29 തൊഴിൽ നിയമങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് 4 തൊഴിൽ കോഡുകളാക്കി ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ ആകെ തന്നെ അടിമകളാക്കി മാറ്റാൻ തീരുമാനിച്ച നിലപാടുകൾക്കെതിരെ ആ തൊഴിൽ കോഡുകൾ നടപ്പിലാക്കാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് CITU, INTUC, AITUC ഉൾപ്പെടെയുള്ള കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളും മറ്റൊട്ടനവധി സംസ്ഥാന സംഘടനകളും ചേർന്നുകൊണ്ട് നാളെ പണിമുടക്ക് നടത്താൻ വേണ്ടി പോകും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ കാർഷിക മേഖലയെ മുച്ചൂട് മുടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയപ്പോൾ ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യാനന്തരം കണ്ട ഐതിഹാസികമായ ഒരു സമരമായിരുന്നു കർഷക സമരമെന്ന് പറയുന്നത്. ആ കർഷക സമരത്തിൻ്റെ മുൻപിൽ സർക്കാർ താൽക്കാലികമായി മുട്ടുകുത്തുകയും കർഷകർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തെങ്കിലും ഇന്ന് വരെയായി ആ കരാർ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് കർഷകരുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്ന മുദ്രാവാക്യമാണ് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഈ രാജ്യത്തെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ പട്ടിണി കിടക്കുന്നവരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവ് സൃഷ്ടിക്കാനും സോമാലിയക്കപ്പുറത്തേക്ക് ഇന്ത്യ രാജ്യം പട്ടിണി കിടന്ന് മരിക്കാൻ ഇടവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകുന്നതുമാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത ഏറ്റവും നിഷ്ഠൂരമായ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുക എന്നതിലൂടെ. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കപ്പെടുന്നതിൻ്റെ ഫലമായി നമ്മുടെ രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട മനുഷ്യൻ്റെ തൊഴിൽ നിഷേധിക്കപ്പെടുകയും ആ തൊഴിൽ നിഷേധിക്കപ്പെടുന്നതിൻ്റെ ഫലമായി അവരുടെ വരുമാനം നിൽക്കുകയും ആത്യന്തികമായി അവർ പട്ടിണിയിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് തൊഴിൽ നിയമം അട്ടിമറിച്ചതിലൂടെ സംഭവിക്കാൻ പോകുന്നത്.